ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഇലക്കറി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കോവയ്ക്ക ഇല വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് കോവയ്ക്ക ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു കപ്പോളം ചക്കക്കുരു നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കോവയ്ക്ക ഇല ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നല്ല നൈസായി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 2 കപ്പോളം ഉണ്ടാവും നമ്മൾ അരിഞ്ഞെടുത്തത്. ഇനി നമുക്കിതാ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ചക്കക്കുരുക്കെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയില ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയില കറി കൂട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയില മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും കറി ഒന്ന് വറുത്തിടാനായിട്ട് ഒരു 10 അല്ലി ചെറിയുള്ളി 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഈ 3 വറ്റൽമുളക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ടാണ് 3 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഇലക്കറികൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാവരും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ കറി വറുത്തിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ ഇതാ 2 വിസിലൊക്കെ വന്ന് എയർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കയിലയും ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വഴറ്റിയെടുത്തിട്ടുള്ള ചെറിയുള്ളിയിലേക്കും വറ്റൽമുളകിലേക്കും ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. ചെറിയുള്ളിയുടെയൊക്കെ നല്ല മണം വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒത്തിരി സമയമൊന്നും വേണ്ട, നല്ലതുപോലെ തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്